ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തിൻ്റെ മുന്നിൽ ഒന്നിച്ചിരിക്കാൻ നമുക്ക് അവസരം തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് ഗുഡ്നസ് ടി വിയുടെ വചനദീപ്തി ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ കൂടെ അല്പം നേരം ഇരിക്കാൻ ദൈവം നമുക്ക് സമയം തരികയാണ്, അവസരം തരികയാണ്. എനിക്ക് വചനം പറയുവാനും നിങ്ങൾക്ക് വചനം കേൾക്കുവാനും ശ്രവിക്കുവാനും ഉള്ള ഒരു സാഹചര്യം, സാധ്യതകൾ എല്ലാം ദൈവമാണ് പ്രൊവൈഡ് ചെയ്യണത്. ഇത് ദൈവപിതാവിൻ്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇന്ന് വചനം കേൾക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയം ഒരുക്കിയാലോ? നിങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, മീഡിയയിലൂടെ, അകലങ്ങളിൽ, അടുത്ത്, ചിലപ്പോൾ നിങ്ങളുടെ ജോലി വ്യാപാരത്തിൻ്റെ ഇടയിൽ, ചിലപ്പോൾ നിങ്ങളുടെ രോഗാവസ്ഥയുടെ ഇടയിൽ, എവിടേക്കായിരുന്നായിരിക്കാം ഈ വചനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്. ഇത് ദൈവം അനുവദിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയം ഒന്ന് നമുക്ക് ഒരുക്കണം. കാരണം നമുക്കറിയാലോ, എല്ലാത്തിനും ഒരു ഒരുക്കം വേണം അല്ലേ? നമ്മളൊന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ എന്തുമാത്രം ഒരുങ്ങിയിട്ടാണ് പോണേ. ഇപ്പോൾ എത്ര ജീവിക്കുന്ന വചനം കേൾക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ഒരുക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ മറിയത്തിനൊരു പാട്ടുണ്ട്. ആ പാട്ട് എങ്ങനെയാണ്? ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 53-ാമത്തെ വരി. എൻ്റെ ആരംഭം മുതൽ മറിയം പാടിയിട്ടുണ്ട്. അതിൽ ഈ വരിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ദൈവവചനം കേൾക്കാനായിട്ടുള്ള ഒരു ഒരുക്കത്തിന് വേണ്ടി വയ്ക്കുന്നത്. ആ പാട്ടിലെ വരിയിൽ മറിയം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിശക്കുന്നവരെ അവിടുന്ന് വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു. വചനം കേൾക്കുമ്പോൾ ഏത് മാനദണ്ഡത്തിലായിരിക്കണം നമ്മളെന്ന് മറിയം തൻ്റെ പാട്ടിലൂടെ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുക. വിശക്കുന്നവരെ അവിടുന്ന് വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ അവിടുന്ന് വെറും കൈയോടെ പറഞ്ഞയച്ചു. സമ്പന്നരെങ്ങനെ പറഞ്ഞയക്കും? വെറും കൈയോടെ. വിശക്കുന്നവരെങ്ങനെ ട്രീറ്റ് ചെയ്യും? അവർക്ക് സുഭിക്ഷമായി വിശിഷ്ട വിഭവം കൊണ്ട്. ഒന്നിനും കുറവില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ സമൃദ്ധിയിൽ. ആർക്കാണ് സമൃദ്ധി കിട്ടുക? വിശക്കുന്നവർക്ക്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ ടെലിവിഷന് മുന്നിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വചനത്തിന് മുന്നിൽ വേണം. എന്താണ് വേണ്ടത്? വിശപ്പ് വേണം. വിശപ്പുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് വിശിഷ്ട വിഭവമായിട്ടായിരിക്കും. ഇനി ചില ആൾക്കാരുണ്ട് സമ്പന്നതയുടെ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരെ കാണാറുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ലോഗോസ് കേസിലൊക്കെ ഞങ്ങൾ റാങ്ക് മേടിച്ച ആൾക്കാരാണ്, നല്ല മാർക്ക് മേടിച്ചു, ഇടവകയിൽ സമ്മാനം കിട്ടി, ഈ വചനമൊക്കെ കാണാപ്പാടെ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് സമ്പന്നതയോടെ എങ്ങനെ ഇരിക്കും? ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് മറിയം പറയാണ്, സമ്പന്നരെങ്ങനെ പോകും? വെറും കൈയോടെ പോകും. ധ്യാനം കഴിഞ്ഞ് 2 തരത്തിൽ ആൾക്കാർ പോകാറുണ്ട് അല്ലേ? സുഭിക്ഷമായിട്ട് ഉണ്ട് നിറഞ്ഞ് സംതൃപ്തിയോടെ പോകുന്നവരുണ്ട്. മറിച്ച് നേരെ തിരിച്ചും, ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല, ഇനി അടുത്ത ധ്യാന കേന്ദ്രത്തിലേക്ക് പോകാം. അപ്പോൾ ദൈവം വിളമ്പുന്നത് സമൃദ്ധമായിട്ടാണ്, പക്ഷേ സമ്പന്നതയോടെ ഇരുന്ന് വാങ്ങാതെ പോകുന്നത് നമ്മുടെ കുഴപ്പമാണ്. അപ്പോൾ ഇന്നൊന്ന് കണ്ണടയ്ക്കാമോ? ഒന്ന് കൈകൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാമോ? നിങ്ങൾ ആയിരിക്കുന്നിടത്തിരുന്ന് ഇന്ന് ദൈവം നമുക്ക് തരുന്ന വചനം, ഇത് ശുശ്രൂഷ പങ്കുവയ്ക്കുന്ന വചന ശുശ്രൂഷകൻ്റെ വലുപ്പമോ അല്ലെങ്കിൽ അവൻ്റെ ക്വാളിറ്റി, ഇതൊന്നുമല്ല നോക്കേണ്ടത്. കർത്താവ് നമുക്ക് വചനം ഇന്ന് തരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം എന്താ? അത് സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്, ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് കർത്താവെ എൻ്റെ ഹൃദയം ഒന്ന് ഒരുക്കണം. നല്ല വിശപ്പുള്ളവരാക്കി എന്നെ മാറ്റണം. വിശപ്പുള്ളപ്പോൾ നല്ല ടേസ്റ്റാണ് ഫുഡ് കഴിക്കാൻ. എന്നാൽ നിറഞ്ഞിരുന്നാലോ? ഭക്ഷണം കഴിച്ച് നിറഞ്ഞിരുന്നിട്ട് ഇനി എന്തെങ്കിലും കുത്തി കയറ്റിയാലോ, അല്ലെങ്കിൽ ഇനി വിശിഷ്ട വിഭവം അതിന് ശേഷം കിട്ടിയാലോ, നമുക്കൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദാഹമുള്ളവനെ അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ദാഹമുള്ളവന് പച്ചവെള്ളം കുടിക്കുമ്പോൾ പോലും ഒരു ടേസ്റ്റ് തോന്നും. എന്നാൽ ഒരു ദാഹമില്ലാത്തവന് അമൃത് കൊടുത്തു നോക്കിയേ, അവനത് വലിയ ടേസ്റ്റ് ഒന്നും ആവില്ല. അപ്പോൾ ഒന്ന് കൈ ചേർത്ത് പിടിച്ചിട്ട് കർത്താവിനോട് പറ, കർത്താവേ, ദൈവവചനത്തിന് വേണ്ടി നല്ല വിശപ്പുള്ളവനാകാൻ, ദൈവവചനത്തിന് വേണ്ടി നല്ല ദാഹമുള്ളവനാകാൻ എന്നെ അനുഗ്രഹിക്കണം. കർത്താവേ, ഇന്ന് വചനത്തിന് മുമ്പിൽ അങ്ങിരുത്തിയിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും, വചനം പറയാൻ ഒരുക്കിയിരിക്കുന്ന അടിയനെയും കർത്താവെ നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. നിൻ്റെ ആശ്വാസ വചനം കൊണ്ട്, സജീവ വചനം കൊണ്ട്, ജീവിക്കുന്ന വചനം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ഇവരുടെ ജീവിതങ്ങളെ അവിടുന്ന് രൂപപ്പെടുത്തണമേ. ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവാരൂപി ഇന്ന് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 56-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്കാണ്. നമുക്കേറെ സുപരിചിതമായിട്ടുള്ള
വളരെ പരിചിതമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവിടുന്ന് നിൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അലച്ചിലുകളെ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിക്കുക. എന്നിട്ട് നമ്മൾ വളരെ ഒന്നും താഴെ പോവാതെ കുപ്പിയിൽ ശേഖരിക്കണമെങ്കിൽ അത് ഇത്തിരി വിലയുള്ളതായിരിക്കണം. ഞാൻ വീട്ടിൽ കാണുന്ന ഒരു പ്രവണതയുണ്ട്. ഈ വെളിച്ചെണ്ണയൊക്കെ വാങ്ങി, വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയായല്ലോ. വെളിച്ചെണ്ണ വാങ്ങിക്കഴിഞ്ഞിട്ട് അത് പൊട്ടിച്ചൊഴിച്ച് കഴിയുമ്പോൾ അവസാന തുള്ളി പോലും ഊർന്ന് ഇറ്റ് വീഴാൻ വേണ്ടിയിട്ട് ആ വെളിച്ചെണ്ണ ഒഴിച്ച കവറ് ഇങ്ങനെ കുപ്പിയുടെ പുറത്ത് എൻ്റെ ഭാര്യ ഇങ്ങനെ കയറ്റി വയ്ക്കുന്ന കാഴ്ച കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവസാന തുള്ളി ഇറ്റ് പോലും താഴെ പോരുത്, അത് കുപ്പി വീഴണം എന്ന് പറഞ്ഞാൽ വിലയുണ്ട്. വിലയുള്ളത് കൊണ്ടല്ലേ ഈ പരിപാടി ചെയ്യുന്നത്. വിലയില്ലെങ്കിൽ നമ്മളത് ഒട്ടിച്ചൊഴിച്ചങ്ങോട്ട് കളയുള്ളൂ. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ. ഇവിടെ കർത്താവ് പറയാണ്, നിൻ്റെ കണ്ണീർ കണം ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. വലിയൊരു മെസ്സേജ് ഇന്ന് കർത്താവ് നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുക. ചിലപ്പോൾ വീട്ടിൽ നമ്മുടെ കണ്ണീരിന് വലിയ വിലയൊന്നും ഉണ്ടായിരിക്കില്ല, എന്തോരം കരഞ്ഞിട്ടുണ്ടാവും അല്ലേ. ചിലപ്പോൾ ഭാര്യ എന്ന നിലയിൽ ഭർത്താവ് പരിഗണിക്കുന്നില്ല, മക്കൾ വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല എന്ന് പറയും എന്തുമാത്രം കരഞ്ഞു കൂട്ടിയിട്ടുണ്ട്. ചില കുത്തുവാക്കുകൾ വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ എന്തെല്ലാം കരച്ചിൽ വന്നിട്ടുണ്ട്. ഈ കരച്ചിലൊക്കെ വീട്ടിൽ ചിലപ്പോൾ ഒരു വിലയും കിട്ടിയിട്ടില്ല, ചിലപ്പോൾ ഭർത്താവ് വില തന്നിട്ടില്ല, മക്കൾ വില തന്നിട്ടില്ല. കർത്താവ് പറയാ, നിന്റെ കണ്ണീർ ഞാൻ കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണീരിന് വില തരുന്നൊരു ദൈവമാണ് കുഞ്ഞെ ഞാൻ. പ്രൈസ് ദി ലോർഡ്. വീട്ടിലെ അലച്ചിലുകളെ കുറിച്ച് എന്തുമാത്രം ജീവിതം രണ്ടെട്ടും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ വീട്ടിൽ ഉത്തരവാദിത്വം നടത്തുന്ന ഒരു ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തി എന്ന നിലയിലൊക്കെ ജീവിതത്തിൻ്റെ രണ്ടെട്ടും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ എന്തോരം പെടാപ്പാട് പെടുന്ന വ്യക്തികളുണ്ടെന്നറിയാമോ? എനിക്ക് തന്നെ അറിയാം. എന്തെല്ലാം പല ജോലികൾ ചെയ്തു പോലും ജീവിതം ഒന്ന് നിലനിർത്താൻ വേണ്ടി പ്രയാസപ്പെടുന്നവർ, കടന്ന് അലയുന്നവർ, ജോലിക്ക് വേണ്ടി അലയുന്നവർ, കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി അലയുന്നവർ. ഈ അലച്ചിൽ നമുക്ക് തന്നെ അറിയില്ല അതെന്തുമാത്രമാണെന്ന്. എന്തോരം ഞാൻ അലഞ്ഞിട്ടുണ്ട് എൻ്റെ ജോലിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി അതിന് കണക്കില്ല, കയ്യും കണക്കില്ല. ഭർത്താവ് എന്ന നിലയിൽ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചങ്ക് പൊള്ളുമായിരിക്കും. അത്രമാത്രം അലഞ്ഞിട്ടുണ്ട്, ഒരു കണക്കും നമുക്ക് ഉണ്ടാവില്ല. കർത്താവ് പറയാ, നിൻ്റെ അലച്ചിലെ ഞാൻ എണ്ണിയിട്ടുണ്ട് കുഞ്ഞെ. അവിടുത്തെ വിരൽ കൊണ്ട് നമ്മുടെ അലച്ചിലുകൾ ഒരു ജീവിതത്തിന് വേണ്ടി 1, 2, 3, 4 എന്നും പറഞ്ഞിട്ട് കർത്താവ് ഇരുന്ന് എൻ്റെ കുഞ്ഞ് അലഞ്ഞു പോയത് മുഴുവൻ എണ്ണി തീർത്തിട്ടുണ്ട്. എന്തുമാത്രം കരുതൂല ഇതിനുള്ളത്. ഈ ലോകത്തിൽ ആരെ ഇങ്ങനെ ചെയ്യുക? ആര് നമ്മുടെ കണ്ണുനീര് കാണുന്നില്ല എന്ന് നമ്മുടെ പരാതി ഏതാ? ഭാര്യയുടെ പരാതി എന്താ? എന്നെ ആരും പരിഗണിക്കുന്നില്ല, എനിക്കാരും വില തരുന്നില്ല. ഭർത്താവിൻ്റെ പരാതി തന്നെ, എന്നെ സ്നേഹിക്കാനാരില്ല. ഇങ്ങനെ പരാതി കേൾക്കുന്ന ഈ ലോകത്ത് ഇതിനൊരു ഉത്തരവില്ല. അതിനാകെ ഉത്തരം തരാൻ പറ്റുന്നത് കരുതുന്ന നിൻ്റെ ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ട് അവിടുന്ന് പറയാ, നിൻ്റെ കണ്ണീര് ഞാൻ കുപ്പിയിലെടുക്കും. വിലയുണ്ട് നിൻ്റെ കണ്ണീരിന്. ചിലപ്പോൾ വീട്ടുകാരും നാട്ടുകാരൊന്നും തരില്ല വില, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളൊന്നും തരില്ല വില. പക്ഷെ ഞാൻ നിൻ്റെ കണ്ണീരിന് വില തരുന്ന ദൈവമാണ്. നിൻ്റെ അലച്ചിലുകളെ ഞാൻ എണ്ണും എൻ്റെ കൈ കൊണ്ട്. നിനക്കറിയില്ല എന്തുമാത്രം അലഞ്ഞെന്ന്. നിൻ്റെ തലമുടി പോലും ഇന്ന് നീ ചീകി തീർത്തപ്പോൾ എത്ര എണ്ണം കൊഴിഞ്ഞു പോയി നിനക്കറിയില്ല. ബൈബിളിലോട് പറയാ, നിൻ്റെ തലമുടി പോലും ഇഴ എണ്ണുന്നവനാണ് ഞാൻ. അതറിയുന്ന ദൈവമാണ് ഞാൻ. അത്രയും ഇൻറ്റിമസി, അത്രയും പേഴ്സണലി നിന്നറിയാം. അവിടുന്ന് യേശയ്യാപ്രവാചക പുസ്തകത്തിൽ 49 അധ്യായത്തിൽ 16, 17 വാക്യത്തിൽ നമ്മൾ വായിക്കും, അവിടുന്ന് നിൻ്റെ പേര്, എൻ്റെയും നമ്മുടെയൊക്കെ പേര് അവിടുത്തെ കയ്യിൽ എഴുതി ചേർത്തിട്ടുണ്ട്. നിൻ്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കും ദൈവം പറയാണ്. അപ്പോൾ എന്തുമാത്രം പേഴ്സണലി ദൈവം നമ്മളെ കാണുന്നു, കരുതുന്നു. അപ്പോൾ ഇത്രയും കരുതുന്നൊരു ദൈവം ഉണ്ടായിട്ട് ഇനി നമ്മൾ അസ്വസ്ഥപ്പെടാൻ പാടില്ല. എനിക്ക് ആരുമില്ലെന്ന് പറയാൻ പാടില്ല. സങ്കീർത്തനം 34:18 നമ്മൾ വായിക്കുന്ന വളരെ സുപരിചിതമായിട്ടുള്ളൊരു വാക്കുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവർ അവിടെ നിന്ന് നിരസിക്കില്ല. വീണ്ടും സങ്കീർത്തകൻ പറയാണ്, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടെ നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ നമ്മെക്കുറിച്ച് വിചാരമുള്ള ഒരു ദൈവമാണ്. ഞാൻ വിയ്യൂർ സെൻട്രൽ ജയിലിൻ്റെ ഭാഗത്ത് അവിടെ വിയ്യൂർ പള്ളിയിൽ പണ്ട് കൊറോണയ്ക്ക് മുമ്പൊക്കെ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആ കൂട്ടായ്മ അങ്ങോട്ട് നിന്നുപോയി.
അപ്പോൾ അവിടെ ഇടയ്ക്ക് വചന ശുശ്രൂഷയ്ക്കായിട്ട് 2-3 പ്രാവശ്യം ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വചന ശുശ്രൂഷ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ത്രീകളൊരു 10-90 പേര് ഉണ്ടായിരിക്കും, പുരുഷന്മാർ 20-30 പേര് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പം ഞാനിങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവിൻ്റെ കരുതലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് ഞാൻ ഈ വചനം അവരോട് പറഞ്ഞു. സങ്കീർത്തനത്തിൽ ഈ വാക്ക് നിങ്ങളോട് ജനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടെ നിന്ന് അനുഗ്രഹിക്കും. അടുത്ത ആൾക്ക് ഷെയ്ക്കിൻ്റെ കൊടുത്ത് അങ്ങനെ പറഞ്ഞ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ നേരത്ത് കുറച്ച് നേരമായിട്ട് ഒരു ചേട്ടൻ ഏറ്റവും ബാക്ക് ഡോറിൽ വന്ന് മുട്ടുകുത്തിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. ആളവിടെ തന്നെ മുട്ടുമേ നിന്നിട്ട് ഞാനീ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ മനുഷ്യൻ എന്താ ഇത്ര ലേറ്റായിട്ട് ഇങ്ങോട്ട് കയറി വന്നിരിക്കണമില്ല, അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ ഞാൻ മൈക്കിൽ കൂടെ പറഞ്ഞു, ആ പുറകെ നിൽക്കുന്ന ചേട്ടൻ ഈ ചേട്ടന്മാരുടെ കൂടെ വന്നിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആൾ മനസ്സോടെ നല്ല ടിപ്പ് ടോപ്പായിട്ട് ഇൻസെർട്ടൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ആൾ മനസ്സോടെ വന്ന് ഏറ്റവും ബാക്കിൽ വന്നിരുന്നു. ഞാൻ ആ ചേട്ടനെ കൊണ്ടും ഷെയ്ക്കിൻ്റെ കൊടുത്ത് പറയിപ്പിച്ചു, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടെ നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇതൊക്കെ പറഞ്ഞ് ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. 2 ക്ലാസ്സാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതേപോലെ കുറച്ച് നേരം അവരെ ഒന്ന് ബ്രേക്കിന് വിടും. ഒരു കട്ടൻ കാപ്പിയൊക്കെ കൊടുക്കുന്ന സമയം ഒരു പതിവുണ്ട് അവിടെ. ആ സമയത്ത് ഞാനൊരു കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കയറ്റിയിരുന്ന ചേട്ടൻ പെട്ടെന്ന് എൻ്റെ നേരെ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആകെ പേടി തോന്നി. ഞാൻ വിചാരിച്ചു ഈ ചേട്ടനെ പിടിച്ചിരുത്തിക്കൊണ്ട് ആളിഞ്ഞ് വല്ലതും ഷൗട്ട് ചെയ്യാൻ വരണാണോ, ദേഷ്യപ്പെടാൻ വരണാണോ. ഞാൻ ഉള്ളിലപ്പോൾ ഈ ഗ്ലാസും പിടിച്ച്, കർത്താവേ നീ നോക്കിക്കോണമെന്നും പറഞ്ഞ് ഞാൻ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആ വന്ന വശയും മനുഷ്യൻ എൻ്റെ കയ്യിലിരുന്ന കട്ടൻ കാപ്പിയുടെ കൂടെ എൻ്റെ കൈ ഇങ്ങനെ ചാടിക്കയറി ഇങ്ങനെ ഒത്തിച്ച് പിടിച്ചു, ചേർത്ത് പിടിച്ചിട്ട് ഈ ചായയൊക്കെ കുറച്ച് എൻ്റെ മേത്തും പോയി ആളുടെ ദേഹത്തും പോയി. എന്നിട്ട് ആൾ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ബ്രദറെ ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഇത്ര ടിപ്പായിട്ട് ഇറങ്ങിയത് ജോലിക്കൊന്നും പോകാനല്ല, ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. എനിക്ക് 3 മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഒത്തിരി കടബാധ്യത, ജീവിതത്തിൽ വിജയിച്ച പോലെ ഒന്നും നടന്നില്ല, പലതും പാളിപ്പോയി, ഒത്തിരി കടം വരുത്തി വെച്ചു, ഇനി ഞാൻ ജീവിക്കണില്ല എന്ന് തീരുമാനം എടുത്തിരിക്കുക. അപ്പം ഞാൻ പോകുന്ന പോക്കിൽ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈ പള്ളിയുടെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തിയതാണ്. ഞാൻ എന്തായാലും തീരുകയാണല്ലോ. ഒന്ന് ഓർത്തേ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ മരിക്കാൻ പോവാണ്. അപ്പോൾ ആ സമയത്ത് ഭാര്യയ്ക്കും 3 കുഞ്ഞിനും വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ചാടിയേക്കാം ട്രെയിനിൻ്റെ മുന്നിലെന്ന് വിചാരിച്ചപ്പോൾ പള്ളിയിൽ അവിടെ മുട്ടുകുത്തി എന്ന് കഴിഞ്ഞപ്പോഴാണ് ബൈബിളിൽ ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്, കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും, കർത്താവ് നിൻ്റെ കണ്ണുനീര് വില തരുന്നവനാണ്. ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് ആശ്വാസമായി. അത് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ അന്നത്തെ ശുശ്രൂഷ സമാപിച്ച് കഞ്ഞി കുടിച്ചിട്ടാണ് പോയത്. പോകുമ്പോൾ ഒരൊറ്റ തീരുമാനമുള്ളൂ, ഇനി ഞാൻ മരിക്കേണ്ട കാര്യമില്ല. അന്ന് ആ ജനത്തിൻ്റെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തി കരഞ്ഞ് ആ മനുഷ്യൻ വീട്ടിലേക്ക് മടങ്ങി. പ്രിയപ്പെട്ടവരെ, കണ്ണുനീര് കാണുന്നൊരു ദൈവം നമുക്കുണ്ട്. ചിലപ്പോൾ ചിലതൊന്നും നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലായിരിക്കാം, നമ്മൾ ആഗ്രഹിച്ച പോലെ ചിലത് വരുന്നില്ലായിരിക്കാം, മക്കൾ നമ്മൾ തെളിച്ച പോലെ നടക്കുന്നില്ലായിരിക്കാം, വേണ്ടത്ര പരിഗണന എനിക്ക് വീട്ടിൽ കിട്ടുന്നില്ലായിരിക്കാം, ഭർത്താവ് വേണ്ട പോലെ എന്നെ കരുതുന്നില്ലായിരിക്കാം. ഇതൊക്കെ ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങളാണ്, പച്ചയായ അനുഭവങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ നടുവിൽ കർത്താവ് പറയുക, നിൻ്റെ കണ്ണുനീരിനും അലച്ചിലിനും വില തരുന്നൊരു ദൈവം നിനക്കുണ്ടെന്ന് മറക്കരുത് കേട്ടോ. ഇന്ന് കർത്താവ് ഇന്ന് ഈ വചനം കേൾക്കുന്ന മക്കളോട് പറയുന്ന സന്ദേശം അതാ. നമുക്ക് 2 തരം കരച്ചിൽ ബൈബിളിൽ കാണുന്നുണ്ട്. ഒന്ന്, ഏകാന്തതയിൽ കരഞ്ഞ ഒരു ഹാഗാർ. ഉൽപ്പത്തി പുസ്തകം 21 നമ്മൾ വായിക്കും ഹാഗാറിനെ കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും. അബ്രാഹത്തിന് ഭയങ്കര വിഷമമുണ്ടായി, ഇതിനെ ഇറക്കി വിടണമല്ലോ. സാറ പറഞ്ഞു എൻ്റെ കൊച്ചിൻ്റെ കൂടെ കളിക്കാൻ ഇനി, കാരണം സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ സാറയുടെ മട്ടുമാറി, അവളെ ഇറക്കി വിടാൻ പറഞ്ഞു. അബ്രാഹത്തിന് ഇത്തിരി ഉള്ളു നൊന്നെങ്കിലും ദൈവം പറഞ്ഞു, നീ ഇറക്കി വിട്ടോ, അവൾ വഴിയല്ല നിൻ്റെ സന്തതി വർദ്ധിക്കാൻ പോകുന്നത്, നിൻ്റെ രക്തത്തിൽ നിന്ന് പറഞ്ഞ നിന്നെ സാറായിലൂടെ വാഗ്ദാനത്തിൽ പിറന്ന ഇസഹാക്കിലൂടെയാണ്. അപ്പോൾ ഇസ്മായിലിനും ഹാഗാറിനും പറഞ്ഞു വിടുകയാണ്. ഒരു തൊകൽവാറിൽ വെള്ളം കൊടുത്ത് കുറച്ച് ഭക്ഷണം കൊടുത്ത് വിട്ടു. ഭക്ഷണം തീർന്നു, വെള്ളം തീർന്നു. ബത്ശേബ മരുഭൂമിയിലൂടെ ഇവിടെ തലങ്ങും വിലങ്ങും കൊഞ്ഞിനെ കൊണ്ട് നടന്നു. എവിടേക്കാ പോവുക? ആരുടെ അടുത്തേക്കാ പോവുക? ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ജീവിതത്തിലെ ഏകാന്തതയിലേക്ക് തള്ളപ്പെട്ട ഒരു അമ്മയും കുഞ്ഞും അവസാനം തൊകൽവാറിലെ വെള്ളം തീർന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ കുഞ്ഞ് വെള്ളത്തിന് വേണ്ടി കരയാനും നിലവിളിക്കാനും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ കാണാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് ഒരു അമ്പെയ്ത്ത് ദൂരത്തിലേക്ക് അവൾ നീങ്ങി, ഒരു കല്ലേറ് ദൂരം അവൾ മാറിപ്പോയി നിന്നു.
എൻ്റെ കുഞ്ഞ് കരഞ്ഞ് പെടഞ്ഞ് മരിക്കുന്നത്, വെള്ളമില്ലാതെ മരിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് അവൾ ദൈവത്തിന് മുമ്പിൽ കരയാൻ തുടങ്ങി. ദൂതൻ പറഞ്ഞു, ഹാഗാറേ, നീ കുഞ്ഞിനെടുത്തോ, നിന്റെ കരച്ചിൽ കുഞ്ഞിൻ്റെ നിലവിളിയും കൊച്ചു കേട്ടിരിക്കുകയാണ്. അങ്ങനെ ഹാഗാറിന് വേണ്ടി അവൾ ഏകാന്തതയിൽ കരഞ്ഞപ്പോൾ അവളുടെ കണ്ണുനീര് കണ്ട ദൈവം അവൾക്ക് വേണ്ടി മരുഭൂമിയിലെ ബത്ശേബ മരുഭൂമിയിൽ ഒരു കിണർ കാണിച്ചു കൊടുത്തു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണാതെ മൂടപ്പെട്ട് കിടക്കുന്ന ചില കിണറുകളുണ്ട് പ്രിയപ്പെട്ടവരെ. എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടത്. നമ്മളത് കണ്ടിട്ടില്ല. നമ്മൾ വിചാരിക്കുന്നത് എവിടെയാ സോഴ്സ്, എങ്ങനെയാ സോഴ്സ് ചെയ്യുക, എങ്ങനെയാ അതിന് ഉത്തരം കണ്ടെത്തുക, പോയല്ലോ, കയ്യിന്ന് പോയല്ലോ ജീവിതം, മടുത്തല്ലോ, തീർന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു കിണർ നമ്മുടെ സമീപത്തുണ്ട്. കർത്താവിൻ്റെ മുന്നിൽ ഹാഗാർ ഏകാന്തതയിൽ കരഞ്ഞപ്പോൾ, മനുഷ്യൻ്റെ മുമ്പിലല്ല, അവള് ഏകാന്തതയിൽ തൻ്റെ കുഞ്ഞിൻ്റെ ആ മരണപ്പെടച്ചിൽ കാണാൻ പറ്റാത്തത് കൊണ്ട് ഒരു അമ്പെയ്ത്ത് ദൂരത്തിൽ അവൾ നീങ്ങിപ്പോയി നിന്ന് വിലപിച്ചു. കണ്ണുനീര് വില തരുന്നൊരു ദൈവം. അവിടെ നിന്റെ കണ്ണീർ കളം കുപ്പിയിൽ ശേഖരിച്ചു. ഹാഗാറിൻ്റെ കണ്ണുനീര് ശേഖരിച്ച ദൈവം അവൾക്ക് ഉത്തരം കൊടുത്തു. മൂടപ്പെട്ട കിണർ, അവൾക്ക് വേണ്ടി തുറക്കപ്പെട്ട കിണർ, വറ്റാത്ത കിണർ, അവൾ വെള്ളമെടുത്ത് കുഞ്ഞിന് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ സമീപത്തും ജീവിതത്തിലൊക്കെ ഇങ്ങനെ ഒരു തുറക്കപ്പെടാനുള്ളൊരു കിണറിൻ്റെ സാധ്യതയുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നിരാശപ്പെട്ടും പഴി പറഞ്ഞ്, ഭാര്യ ഭർത്താവിനെയും പറഞ്ഞ്, ഭർത്താവ് ഭാര്യയും പറഞ്ഞ്, മക്കളെയും പറഞ്ഞ് ജീവിതത്തെ തന്നെ ഇങ്ങനെ ജനിക്കേണ്ടായിരുന്നല്ലോ, ജീവിക്കേണ്ടായിരുന്നല്ലോ. ചിലപ്പോൾ ഒക്കെ പരാജയം വന്നു പോയിട്ടുണ്ടാകാം. ചിലത് ജയിക്കുന്ന വിചാരിച്ച് ചെയ്തു പോയതാ. ഇതിപ്പോൾ ആരാ ചെയ്യാത്തത്? ജീവിതമൊന്നും നിലനിർത്താൻ വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നത്. ആരത് ചെയ്യാത്തത്? പക്ഷെ ചിലത് പരാജയം വന്നുപോയി. എന്തിനാ പരാജയം വന്നേ? കണ്ണുനീരിന് വില തരുന്നൊരു ദൈവം ഉണ്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ മുന്നിൽ ഏകാന്തതയിലൊന്നും നിലവിളിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇത് പരാതി പറഞ്ഞ് നാടുകളെ കുറ്റപ്പെടുത്തി നടന്നു കഴിഞ്ഞാൽ നിൻ്റെ മുന്നിൽ അടയ്ക്കപ്പെട്ട തുറക്കാനുള്ളൊരു കിണറുണ്ട്, അത് വരത്തില്ല കേട്ടോ. ദൈവത്തിൻ്റെ മുന്നിൽ ഏകാന്തതയിലിരിക്കണം. അവിടെ നിൻ്റെ കണ്ണുനീര് തുടയ്ക്കുക തന്നെ ചെയ്യും. ഹാഗാറിൻ്റെ കണ്ണുനീര് തുടച്ചില്ലേ ദൈവം? അവിടെ കുഞ്ഞിന് ആവശ്യത്തോളം ആരോഗ്യം കിട്ടുവാറുള്ള വെള്ളം അവിടെ നിന്ന് നൽകിയില്ലേ? നമുക്ക് നൽകും. ജീവിതം വീണ്ടും അവിടെ നിന്ന് ഉയർത്തും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. യേശയ്യാപ്രവാചകൻ നമ്മളോട് പറയുന്ന വാക്കത്. അവർ ഓടിയാലും തളരില്ല. അതിൽ ആശ്രയത്വം വയ്ക്കണം. കർത്താവ് എൻ്റെ കണ്ണീര് കാണുന്നവനാണ്. ഒരു പരാജയം വന്നാൽ അതിലെന്തെങ്കിലും ഒരു ഉത്തരവുണ്ട്. ചിലപ്പോൾ ആ വഴിക്ക് പോയാൽ നേരെ ആവില്ല. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ പരാജയങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വഴി പോകുന്നത് ചിലപ്പോൾ അത് നേരല്ലാത്തത് കൊണ്ടായിരിക്കാം അവിടെ ഒരു പരാജയം ഉണ്ടായിരിക്കുന്നത്, ആ വഴി അടച്ചേക്കുന്നത് എന്ന് വിചാരിച്ചിട്ട്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു റീല് വളരെ വൈറലായ ഒരു റീലുണ്ടായിരുന്നു. കഴിഞ്ഞ വിമാനാപകടത്തിൽ യാത്ര ചെയ്യേണ്ട ഒരു യുവതി, അപ്പോൾ അല്പസമയം ലേറ്റായി പോയി. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തിൽ കുറച്ച് ലേറ്റായി കഴിഞ്ഞപ്പോൾ ബോർഡിംഗ് പാസ്സൊക്കെ എടുക്കുന്ന ടൈം കഴിഞ്ഞു പോയി. അവർ പറഞ്ഞു ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ അവൾ പിന്നീട് സാക്ഷ്യപ്പെടുത്തി, എനിക്ക് അവരോട് ഭയങ്കര നീരസം തോന്നി, പ്രയാസം തോന്നി. പക്ഷേ ആ ഫ്ലൈറ്റിൽ ഞാൻ യാത്ര ചെയ്തിരുന്നെങ്കിൽ ഞാനും മരണപ്പെട്ടേനെ. ചിലത് അടയ്ക്കുന്നേ. എന്തിനാത്? കരുതുന്ന ദൈവമായതുകൊണ്ടാണ്. ചിലത് പരാജയപ്പെട്ടു പോകും, ചിലത് വേണ്ടത്ര നമ്മൾ ഉദ്ദേശിച്ച പോലെ വരത്തില്ല അല്ലേ? ബൈബിളിൽ നമ്മൾ അടുത്തൊരു സാമുവേൽ പ്രവചനം 1-ാമത്തെ പ്രവചന പുസ്തകത്തിൽ ആരംഭത്തിൽ നമ്മൾ കാണുന്ന വേറൊരു കരച്ചിലുണ്ട്. ഹന്നായുടെ കരച്ചിൽ. ഒരു പ്രവാചകന്റെ ഭാര്യയാണ്. ഹന്നായുടെ കരച്ചിൽ എന്തായിരുന്നു? കുഞ്ഞില്ല, പെരീനിക്ക് കുഞ്ഞുണ്ട്, പക്ഷേ അവൾ എപ്പോഴും നിരന്തരം പീഡിപ്പിക്കും. കുഞ്ഞില്ലാത്തതൊരു ശാപമാണെന്ന്, ഇവൾക്ക് കഴിവുകേടാണെന്ന്, യോഗ്യതയില്ലെന്ന് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ ഇതേപോലെ ഒത്തിരി ഭാരങ്ങൾ നമുക്ക് തരും. ചിലപ്പോൾ നിന്നെ കൊള്ളത്തില്ലെന്ന് പറയും, നീ ഒന്നിനും കൊള്ളാത്തവനാന്ന് പറയും, എന്തിനാ നീ ഇങ്ങനെ ജീവിക്കണേന്ന് ചോദിക്കും. ഒത്തിരി കുത്തുവാക്ക് സമൂഹത്തിൽ നിന്നും കൂടപ്പിറപ്പിൽ നിന്നും വീട്ടിൽ നിന്നും ചിലപ്പോൾ സഹപ്രവർത്തകരിൽ നിന്നും ഒക്കെ കിട്ടുമായിരിക്കാം നമുക്ക്. പക്ഷേ കർത്താവ് നിന്നോട് പറയുന്നത് എന്താ? എനിക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. പിന്നെ എന്തിനാ മറ്റുള്ളവരുടെ വാക്കിന് മുന്നിൽ ഞാൻ പതറുന്നത്? എന്തിനാ ഞാൻ പരാജയപ്പെടുന്നത്? എന്തിനാ? ഇവിടെ ഹന്ന ചെയ്ത പ്രവൃത്തി ഇത്രയും കുത്തുവാക്കുകൾ സമൂഹത്തിൽ കിട്ടിയപ്പോൾ, പരാതികൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ ചെയ്തത് എന്താണ്? അവൾ ദേവാലയത്തിൽ പോയിട്ട് അവിടെ ഒരു പീഠത്തിലിരുന്ന് ഉള്ളു നിറഞ്ഞ് അവളുടെ ഹൃദയവ്യത ദൈവത്തിൻ്റെ മുന്നിൽ പ്രകടിപ്പിച്ചു. ഏലി പുരോഹിതനത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ
ഇത് കാരണം ശബ്ദമൊന്നും വരുന്നില്ല, ചുണ്ടിങ്ങനെ എക്സ്പ്രഷൻ വരുന്നുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ മദ്യപിച്ച് ഉന്മത്തിയായിട്ടിരിക്കുകയാണോ എന്ന് പോലും സംശയം തോന്നി. അവളോട് ചോദിച്ചു അത്. അപ്പോൾ അവൾ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഞാൻ എൻ്റെ നൊമ്പരങ്ങൾ ദൈവത്തോട് പങ്കുവെക്കുക. അല്ലാണ്ട് ഇത് ലഹരി കുടിച്ച് ഉന്മത്തിയായതൊന്നുമല്ല ഞാൻ. അവൾ മനുഷ്യൻ്റെ മുന്നിൽ കരഞ്ഞില്ല, അവളുടെ കൂടെയുള്ള ഈ ഭർത്താവിൻ്റെ അടുത്ത ഭാര്യയുടെ മുന്നിലൊന്നും കരഞ്ഞില്ല, വീട്ടിലെ അമ്മായിമ്മയുടെ മുന്നിൽ കരഞ്ഞില്ല, കൂട്ടുകാരുടെ മുന്നിൽ കരഞ്ഞില്ല, അയൽവക്ക ബന്ധങ്ങളുടെ മുന്നിൽ കരഞ്ഞില്ല. അവൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോയി കരയാനായിട്ട് അവിടെ പോയിരുന്നു. ദൈവത്തിന് മുന്നിൽ ഹൃദയവേദകൾ അവൾ പങ്കുവെച്ചപ്പോൾ ഇവിടെ പിന്നീട് നമ്മൾ കാണുന്നത് ഏറ്റവും യോഗ്യനാക്കപ്പെട്ട സാമുവേലിനെ കിട്ടുന്നതായിട്ടാണ്. ഒരു പ്രവാചകന് ജന്മം കൊടുക്കാനായിട്ട് ആ അമ്മയ്ക്ക് കഴിഞ്ഞു. ചിലത് താമസിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് കിട്ടും. ചില തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ നമുക്കൊരു ഉപകാരമെന്ന് പറയാറില്ലേ എന്ന് പറയുന്നത് എന്താ, ചിലത് വൈകിക്കുമ്പോൾ അത് വേറൊരു തരത്തിൽ അനുഗ്രഹമാകും. ഇതൊന്നും വിശ്വസിക്കുക. ദൈവം നമ്മളെ കരുതുന്നുണ്ട്, ദൈവം നമ്മളെക്കുറിച്ച് വിചാരമുണ്ട്. ഈ വിചാരമുള്ള ദൈവത്തിനറിയാം നാളെ നിനക്ക് എന്താണ്, നിൻ്റെ 40 വയസ്സിൽ എന്താ സംഭവിക്കുക, 60 വയസ്സിൽ എന്താ സംഭവിക്കുക, നിൻ്റെ 80-ആം വയസ്സിൽ എന്താ സംഭവിക്കുക, നിൻ്റെ രോഗം വരുമ്പോൾ പിന്നീട് എന്താ സംഭവിക്കുക, ഇതൊക്കെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. നമുക്ക് നാളെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ പരാതിപ്പെടും, പ്രയാസപ്പെടും, ആകുലപ്പെടും. ഇതെങ്ങനെയാണ് ജീവിച്ചു പോകണേ, എങ്ങനെയത് തീർത്താലോ എന്ന് വടക്കം ചിന്തിക്കും. കർത്താവ് പറയുക, നിൻ്റെ കണ്ണീരിന് വില തരുന്നൊരു ദൈവമാണ് ഞാൻ, നിൻ്റെ കണ്ണുനീരിന് വില തരുന്നൊരു ദൈവമാണ്. അതുകൊണ്ട് ഹന്നയുടെ കണ്ണുനീർ എന്നേക്കുമായിട്ട് തുടച്ച് അവൾക്കൊരു മകനെ കൊടുത്തു. ഏറ്റവും ശ്രേഷ്ഠനായവന്, ഒരു പ്രവാചകന് ജന്മം കൊടുക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. പിന്നീട് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, ആ ദേവാലയത്തിൽ ഇറങ്ങിയപ്പോൾ മുതൽ അവളുടെ മുഖം പിന്നെ മ്ലാനമായിട്ടില്ല. അങ്ങനൊരു വചന സന്ദേശം ഇവിടെ എഴുതിയിരിക്കുന്നത് 1 സാമുവേൽ പ്രവചന പുസ്തകം ആരംഭത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാം. പിന്നീട് അവളുടെ മുഖം മ്ലാനമായില്ലെന്നും എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ അവളുടെ ദുഃഖഭാവം ഈശോ എടുത്തു മാറ്റി, ദൈവം എടുത്തു മാറ്റി, ആനന്ദമണിയിച്ചു. ബൈബിൾ നമ്മൾ സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നല്ലോ, അവിടുന്ന് നിന്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റും, നിന്റെ ചാക്ക് വസ്ത്രമണിയിച്ച് അഴിച്ചു വെച്ച് നിന്നെ ആനന്ദമണിയിക്കും എഴുതിയേക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏറെ ആകുലപ്പെട്ടിരിക്കുന്നൊരു വ്യക്തിയാണോ നീ? കരഞ്ഞ് തളർന്നിരിക്കുന്നൊരു വ്യക്തിയാണോ? എന്തുമാത്രം കരഞ്ഞു കൂട്ടിയെന്ന് ഒരു കണക്കില്ലാത്ത വ്യക്തിയാണോ? ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അലഞ്ഞതിന് കണക്കില്ലാത്ത വ്യക്തിയാണോ? ദൈവം ഇന്ന് സംസാരിക്കുകയാണ്, കുഞ്ഞെ നീ ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്, പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. പത്രോസിയുടെ 1-ാമത്തെ ലേഖനം അതിൽ 5-ാം അധ്യായം 6-7 വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കർത്താവിൻ്റെ കരത്തിന് കീഴിൽ താഴ്മയോടിരിക്കുക, അവിടെ തക്ക സമയത്ത് നിന്നെ ഉയർത്തും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനം നിങ്ങളുടെ മുന്നിൽ ഇത്രയും സമൃദ്ധമായിട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ ഈ ആശ്വാസവും നിങ്ങളൊന്ന് സ്വീകരിച്ചേ, ഈ വചനമൊന്ന് നിങ്ങൾ ഏറ്റെടുത്തേ. നിങ്ങളുടെ ഭാരപ്പെടലുകൾ, ഭയപ്പാടുകളൊന്നും മാറ്റിവെച്ചിട്ട് ദൈവത്തിന് എന്നെ വ്യക്തമായിട്ടുള്ള വിചാരമുണ്ടെന്നും അവിടെ തന്നെ കാണുന്നുണ്ടെന്നും നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് അവിടെ തന്നെ നിങ്ങൾക്ക് എന്തുമാത്രം പ്രത്യാശ കിട്ടുക. തളർന്നു പോകുന്നിടത്ത് ദൈവം കൂടെയുണ്ടെന്ന് തോന്നലല്ലേ ജീവിക്കാൻ പഠിപ്പിക്കുന്നത്. ഫിനിഷ് പക്ഷിയെപ്പോലെ തളർന്നിടത്തുനിന്ന് വീണ്ടും ഉയരാനായിട്ട് നമുക്ക് ദൈവം കൃപ തരും. കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിലേറ്റി പറക്കും, ഉയരത്തിലേക്ക് പറന്നു പോകും. കുറച്ച് കഴിയുമ്പോൾ കുടഞ്ഞ് താഴേക്കിടും, വീണ്ടും താഴേക്കോടെ വന്ന് അതിനെ ചിറകിൽ വഹിക്കും, വീണ്ടും ഉയരത്തിലേക്ക് പറന്നുയരും, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ കുടഞ്ഞ് താഴെയിടും, താഴേക്ക് വന്ന് വീണ്ടും അതിനെ താഴെയോടെ വന്ന് വീണ്ടും ചുമലിലേറ്റും, വീണ്ടും ഉയരത്തിലേക്ക് പോകും, വീണ്ടും കുടഞ്ഞ് താഴെയിടും. അങ്ങനെ കുടഞ്ഞ് താഴെയിട്ട് ഈ പ്രവൃത്തി കുറച്ച് കഴിയുമ്പോഴേക്കും ഈ കുഞ്ഞിക്കഴുകൻ തന്നെ പറക്കാൻ തുടങ്ങും, ഉയരം കീഴടക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞത്, സങ്കീർത്തനം 119-75 വാക്ക്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതുകൊണ്ട് ഞാൻ അവിടുത്തെ ചട്ടങ്ങൾ അഭ്യസിച്ചു. അതുകൊണ്ട് കരഞ്ഞു തീർക്കാനുള്ളതല്ല ജീവിതം. ചിലപ്പോൾ കരയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാം, മനുഷ്യരല്ലേ നമ്മൾ. ചിലപ്പോൾ തകർച്ചകളും നിരാശകളൊക്കെ വന്നു പോയിട്ടുണ്ടാകാം, മനുഷ്യരല്ലേ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, കണ്ണുനീരിന് വില തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സമൂഹവും ചുറ്റുപാടും കൂടപ്പിറപ്പും അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരോ നമ്മളാരും ചിലപ്പോൾ അതിന് വില തരുന്നില്ലായിരിക്കാം. കർത്താവ് നിനക്ക് കണ്ണുനീരിന് വില തരും. ഹാഗാറിൻ്റെ കണ്ണുനീര് തുടച്ച ദൈവം, ഹന്നായുടെ മുഖം പിന്നീട് മ്ലാനമായിട്ടില്ലാത്ത വിധത്തിൽ ആനന്ദമണിയിച്ച ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കാമോ? ഒന്ന് കണ്ണടച്ച്
ഈ വചനചിന്തയുടെ സമാപനത്തിൽ നമുക്ക് നമ്മുടെ എല്ലാ വ്യാപാരങ്ങളെയും വേദനകളെയും കണ്ണുനീരിനെയും കർത്താവിൻ്റെ ഈ വചനത്തോടൊന്ന് ചേർത്ത് വയ്ക്കാമോ? എന്തുമാത്രം അലഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിലും, എന്തുമാത്രം കരഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിലും കർത്താവ് പറയുന്നൊരു ഒരു വാക്ക്, കുഞ്ഞേ, നിന്റെ കണ്ണീരിന് വില തരുന്നൊരു ദൈവമുണ്ട് നിനക്ക്. നിന്നെക്കുറിച്ച് വിചാരമുള്ളൊരു ദൈവം നിനക്കുണ്ട്. അവിടെ നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കഴുകൻ തന്നെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ പറന്നുയരുന്നത് പോലെ, കുടഞ്ഞ് താഴെയിടുന്നത് പോലെ, ചിലപ്പോൾ ചില തകർച്ച, ചില ബിസിനസ് ചെയ്തു നോക്കി പരാജയപ്പെട്ടു, വീണ്ടും അടുത്ത് ചെയ്തു നോക്കി പരാജയപ്പെട്ടു. എന്തിനത്? ഇത് ദൈവത്തിലേക്ക് നീ തിരിയാൻ വേണ്ടിയിട്ടാണ്. ചില തടസ്സങ്ങൾ നിനക്ക് ഉപകാരമാകും. സങ്കീർത്തകൻ പറഞ്ഞില്ലേ, ദുരിതം നിനക്ക് ഉപകാരമാകും. ഒന്ന് കണ്ണടച്ച് എന്തുമാത്രം ഈ ഭാരപ്പെട്ട് നീ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ഭാരങ്ങളൊക്കെ ഒന്ന് കർത്താവിന് കൊടുത്തേ. സകല ഭാരങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ളൊരു ദൈവം മത്തായി സുവിശേഷത്തിൽ 11:28 നിന്നോട് ഇങ്ങനെ ചങ്കുറ്റത്തോടെ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അധ്വാനിക്കുന്നവരെ വരിക, ഭാരം വഹിക്കുന്നവരെ വരിക. അത് എത്ര പേര് വന്നാലും പോരട്ടെ, ഇങ്ങോട്ട് ലോഡ് കണക്കിലങ്ങാനും പോരട്ടെ. എല്ലാവർക്കുള്ള ആശ്വാസം കർത്താവിൻ്റെ ചങ്കിലുണ്ട്. അതുകൊണ്ട് കൈവിരിച്ച് നെഞ്ചും വിരിച്ച് ചങ്കുറ്റത്തോടെ കർത്താവ് പറഞ്ഞ്, ദാ ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ലോകത്തിൽ ഒരു മത നേതാക്കൾ ഇതുപോലെ പറഞ്ഞിട്ടില്ല, യേശു ക്രിസ്തു അല്ലാതെ. കാരണം എല്ലാവർക്കും ആശ്വാസം കൊടുക്കാനായിട്ട് ലോകത്തിൽ വന്നത് യേശു മാത്രമാണ്. ഒന്ന് കണ്ണടച്ച് എല്ലാ ഭാരങ്ങളും ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിനൊന്ന് നമുക്ക് ആരാധിക്കാം. കർത്താവെ, കേട്ട വചനത്താൽ ഞങ്ങളെ ശുദ്ധി ചെയ്യണം. ഞങ്ങളുടെ നിരാശ, കുറ്റബോധങ്ങൾ, പരാജയഭീതികൾ, ഏതെല്ലാം മേഖലകളിൽ ഞങ്ങൾ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി കാണാത്ത ഏതെല്ലാം വ്യക്തികൾ ഞങ്ങളെ മാറ്റി നിർത്തി, കൊള്ളില്ലെന്ന് പറഞ്ഞു, പരിഹസിച്ചു, അവരെയൊക്കെ മാറ്റിക്കോ. ഹന്നാനെ പരിഹസിച്ചില്ലേ പെരീന? എന്തുമാത്രം പരിഹാസം പൂണ്ടവളാ, പക്ഷെ പിന്നീട് അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. ഇന്ന് നിന്നെയും കർത്താവ് ഇതുപോലെ ആനന്ദമണിയിക്കട്ടെ. നിന്നെ കണ്ണുനീരിന് കർത്താവ് ഉത്തരം തരട്ടെ. എല്ലാം കർത്താവിനെ ഏൽപ്പിച്ച് കർത്താവിനൊന്ന് ആരാധിക്കാം. യേശുവേ, കേട്ട വചനത്താൽ ഈ മക്കൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണെന്ന് ഇവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യത്തിൽ അവർക്ക് ബോധ്യപ്പെടുവാൻ തക്ക വിധത്തിൽ ഇവരെ ഉയർത്തണമേ. ഇന്നുള്ള എല്ലാ പരാജയങ്ങളും ഭയങ്ങളും ഉത്കണ്ഠങ്ങൾ അവിടുന്ന് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. ഹാലലൂയ, ഷിയറബലം ധോരിയ ആത്മമാരി വിഗിരി ജീസസ് ടബിറ്റോണമൈഗോൾ. ഈ വചനത്താൽ എല്ലാ മക്കളും ശുദ്ധി ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിലടങ്ങിയിരുന്ന ദൈവാരൂപി ഇവരുടെ ജീവിതത്തെയും ചിന്തകളെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരാജയ, നിരാശ, കുറ്റബോധങ്ങൾ എടുത്തു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആശ്വാസം ഉണ്ടാകട്ടെ, പ്രത്യാശ ഉണ്ടാകട്ടെ. യേശുവേ, നിൻ്റെ കരുതൽ അനുഭവിക്കാൻ, മുഖം മ്ലാനമാവാതെ ഹന്നയെപ്പോലെ നെഞ്ചും വിരിച്ച് ജീവിക്കാൻ ഒരു അഭിഷേകം തൻ്റെ മക്കൾക്ക് നൽകണമേ. ആമേൻ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.